ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോമ്പ് 20 ഇന്ന് നമുക്ക് പത്തിരിയാണ് ചായക്ക് അടിക്കാനായിട്ട് ഉണ്ടാക്കണത്. പിന്നെ അതുപോലെ തന്നെ പത്തിരിയിലേക്ക് ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പത്തിരി പരത്തി വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാനായിട്ട് ഉമ്മ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ ബീൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ഗ്രീൻ ബീൻസ് കൊണ്ട് പരിപ്പ് വട ഉണ്ടാക്കട്ടെ. ഗ്രീൻ ബീൻസ് വട ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ, കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കാനാണെങ്കിലും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ചൂടോട് കൂടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് കേട്ടോ, നല്ല മുരിച്ചലോട് കൂടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കൂട്ടാ. ചില ആൾക്കാർക്കൊക്കെ പരിപ്പ് വട ഭയങ്കര ഇഷ്ടമായിരിക്കും. സെയിം അതുപോലൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഗ്രീൻ ബീൻസ് വട ഉണ്ടാക്കിയാലും. അപ്പോൾ ഉമ്മ കുതിർത്തി വെച്ചതിന് ഞാൻ കുറച്ച് ഗ്രീൻ ബീൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ പത്തിരിയൊക്കെ ഏകദേശം ഇവിടെ ഉമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊളച്ചിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ബീൻസ് കറി വെക്കാനായിട്ട് ഉമ്മ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഗ്രീൻ ബീൻസും തക്കാളി, സവാള, മസാലപ്പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രീൻ ബീൻസിന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ വെറുതെ കടുകൊന്ന് താളിക്കും. പിന്നെ വേപ്പിൻ്റെ ഇലയോ മല്ലിച്ചപ്പോ എന്താ ചിട്ട് കൊടുത്താൽ ഗ്രീൻ ബീൻസ് കറി ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഇനി ഗ്രീൻ ബീൻസ് വട ഉണ്ടാക്കുന്നതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ഉണ്ട്, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ പച്ചമുളക്, 2 പച്ചമുളക് മതിയിട്ട്. ഈ ഉണ്ടമുളക് ആകുമ്പോൾ ഭയങ്കരമായിട്ട് എരിവുണ്ടായിരിക്കും, മറ്റേ ആ നീളം മുളക് എരിവ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടമുളക് ആയതുകൊണ്ട് തന്നെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ഗ്രീൻ ബീൻസ് വട ഉണ്ടാക്കാനായിട്ടാ. അപ്പോൾ ഞാൻ ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുത്തു, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം, വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് പാടില്ല, ചെറുതേ രീതിയിൽ അരച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമുക്ക് ആ ഗ്രീൻ ബീൻസിൻ്റെ മണികളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പാടില്ല. ഈ ഒരു തരത്തിൽ ഗ്രീൻ ബീൻസിൻ്റെ മണികളൊക്കെ ഒന്ന് നടുപൊളിഞ്ഞ് കിട്ടുക, അത്ര വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിന്നൊരു ചിക്കൻ നിറച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇതിനെ ഇറച്ചിപ്പത്തിരി പറയും, ചില ആൾക്കാർ കോഴിയട എന്ന് പറയും, അങ്ങനെയൊക്കെ പല പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പത്തിരിപ്പൊടിയിലാണ്, അരിപ്പൊടിയിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കായം പരട്ടിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ചിക്കനേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇത് മൈദയിലൊക്കെ ഉണ്ടാക്കും, ചില ആൾക്കാർ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഉമ്മ പത്തിരിക്കായിട്ട് കുഴച്ച് വെച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് അരിപ്പൊടിയിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു മസാല കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ തൊലി കളഞ്ഞ് ഇങ്ങനത്തെ രീതിയിൽ ഈ നമ്മൾ കോഴിമുട്ടൊക്കെ കരിയില്ലേ അതുപോലെ അരിഞ്ഞെടുക്കുക, നീളനായിട്ട് അരിയണ്ട കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് വേണം, പിന്നെ ഒരു 2 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ നമുക്കിതിലേക്ക് കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ പത്തിരിക്കുള്ള പൊടി കുഴച്ച് വെച്ചതിന് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെ തന്നെ അത്ര വലിപ്പം വേണ്ട, കുഞ്ഞിതായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സവാളയും വെളുത്തുള്ളി പേസ്റ്റും വേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലനെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനെ നമ്മളൊന്നിങ്ങനെ പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പിച്ചിട്ടാലും മതി കേട്ടോ. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി സുഖമാണെന്ന് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കിട്ടുമല്ലോ, ഇതാകുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി, ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നില്ല, അതിൽ തന്നെ ഉണ്ട് ഞാൻ മസാല വഴറ്റിയത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും മസാലക്ക് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിൽ സവാള ഇട്ട് കൊടുക്കുക, സവാള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മല്ലിച്ചപ്പും പിന്നെ അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വേറെ ഒന്നുമില്ല, മല്ലിച്ചപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പിച്ചി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ, അതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. ആ ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള
അരിപ്പൊടിയുടെ ഇത് മാവുണ്ടല്ലോ അതിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മടക്കാട്ടോ. നമ്മൾ പകുതിയായിട്ട് മടക്കിയിട്ട് വല്ല ഫോർക്കോ കാര്യങ്ങളോ എന്ത് വെച്ചിട്ട് ഡിസൈൻ പോലെ ആക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പുവട പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ശരിക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. ആ കയ്യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പരിപ്പുവടയുടെ ഷേപ്പ് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ കയ്യിലൊക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്കൊരു കുഞ്ഞി പരിപ്പുവടയുടെ ഷേപ്പ് കിട്ടിയല്ലോ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ള പരിപ്പുവടയും കൂടി ഷേപ്പ് ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഗ്രീൻ ബീൻസ് കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് മട്ടിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്രിസ്പിയാണ്. ആ ഗ്രീൻ ബീൻസിൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടാവും എന്നൊക്കെ ചിലർ വിചാരിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് നോക്കുക. പിന്നെ പരമാവധി കട്ടി കുറക്കുക കേട്ടോ. കട്ടി കൂടുമ്പോൾ നമ്മൾ ഉള്ളു വേവില്ല. അപ്പോൾ കട്ടി കുറച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞായിട്ട് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പരത്തിയെടുക്കാം. നല്ല വലിയതാക്കിയിട്ട് പരത്തണ്ട കേട്ടോ. പത്തിരിക്കൊക്കെ പരത്തണ പോലെ വലിയത് വേണ്ട, കുറച്ച് ചെറുപ്പമായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാല നിറച്ച് കൊടുക്കുക. മസാല നിറച്ചിട്ട് നടു ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് വല്ല ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. കാരണം എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അത് വിട്ടിട്ട് മസാല പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അധികം പ്രസ് ചെയ്യാനും പറ്റില്ല, പൊട്ടിപ്പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിൽ ഉണ്ടാക്കാം, പിന്നെ അതുപോലെ തന്നെ ഗോതമ്പിൽ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ അങ്ങനെ ചെറുതായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ പിരിച്ചു കൊടുത്തു കേട്ടോ. പിരിച്ചു കൊടുക്കുമ്പോൾ വലിയ ലുക്കില്ല കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ടുകയാണ്, ചിലതൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാക്കി എടുക്കാം. നമുക്കിനി ഫോർക്ക് വെച്ചിട്ടൊന്നിങ്ങനെ ചുറ്റും ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു ഡിസൈനും പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പിരിച്ച പോലെ ആക്കുകട്ടോ ചെയ്തത്. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റായില്ല എന്ന് തോന്നി. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ട ആ ഫോർക്കിൻ്റെ ആ പാട് ഇങ്ങനെ ചുറ്റും വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു ഡിസൈനും പോലെ ആയി, ഒരു പ്രത്യേക ഭംഗി വന്നിട്ട്. മറ്റേത് നമ്മളിങ്ങനെ ചുരുട്ടണ സമയത്ത് പൊട്ടുകയാണ്, അപ്പോൾ അത് ശരിയാവണില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പൊട്ടൊന്നുമില്ല, പിന്നെ ഒരു ഡിസൈന് പോലെ ആയിട്ട്. അപ്പോൾ ചില ആൾക്കാർ ഇതിനെ കോഴിയട എന്ന് പറയും, ചില ആൾക്കാർ ഇറച്ചിപ്പത്തിരി എന്ന് പറയും, അങ്ങനെ പല പല പേരാണ് പറയുക കേട്ടോ. ഞങ്ങളൊക്കെ കോഴിയട എന്നാണ് പറയുക. അതും മൈദയിലാണ് ഉണ്ടാക്കുക കൂടുതലും. ഇപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടാണ്. പക്ഷെ ഇക്കുന്നുകൊണ്ട് മൈദയിലാവുമ്പോൾ ഗോതമ്പിലൊക്കെ ആവുമ്പോഴൊക്കെ കുറച്ച് കഴിഞ്ഞാലും ഇങ്ങനെ തളരുണ്ട്. പക്ഷെ അരിപ്പൊടിയിലായ കാരണം ഭയങ്കര ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ആയി. അപ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പുതിനയും ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിന വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഭയങ്കര റിഫ്രഷ്മെൻ്റാണ് കേട്ടോ പുതിന വെള്ളം. അപ്പോൾ പരിപ്പ് വടയുണ്ട്, ഗ്രീൻ ബീൻസ് വടയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിയട ഉണ്ട്, ചക്കരമ്പത്ത് ഉണ്ടായിരുന്നു, പിന്നെ പച്ചമുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ബജി ഇവിടെ ഉണ്ടാക്കിയതല്ല, ഉപ്പ വരുമ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ, കോഴിമുട്ടയുടെ ബജി. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 20ാമത്തെ നോമ്പും കഴിഞ്ഞു. നമ്മൾ ഇത്രയും വരെയുള്ള നോമ്പൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു, പുതിന വെള്ളം ഒഴിച്ചു, മുന്തിരി ജ്യൂസ് അടിച്ചു, അതൊക്കെ ക്ലാസ്സിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. പരിപ്പ് വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊരു 5:30 കാണുന്ന സമയത്താണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ ബാങ്ക് കൊടുക്കുമ്പോൾ 6:40 ആവുന്നുണ്ടല്ലോ. പക്ഷേ അപ്പത്തിനൊന്നും അങ്ങനെ തളർന്നിട്ടൊന്നും ആ ക്രിസ്പിനെസ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു. ഉപ്പ് നമുക്ക് കൂടിയാലാണ് പ്രശ്നം, കുറഞ്ഞാൽ എന്നാലും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കേട്ടോ. അപ്പോൾ പരിപ്പുവടയും പിന്നെ അതുപോലെ തന്നെ കോഴിയടയും ഫ്രൂട്ട്സും എല്ലാം കഴിച്ചിട്ട് മുട്ട ബജിയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നു. അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തറവാട്ടിൽ നിന്ന് മാമിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ ഇസ്മക്കുട്ടി അവളായിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് കളിച്ചു. അവൾ കാലുമ്പോൾ ഇങ്ങനെ ഇരുത്തിയപ്പോൾ ഊഞ്ഞാലാടുന്ന പോലെ ആയിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കളിച്ചാൽ പിന്നെ അവൾക്ക് നിർത്താൻ പാടില്ല, നമ്മളിങ്ങനെ കാലും വിട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ അവളായിട്ട് അവൾ കുറേ നേരം കളിക്കൊക്കെ ചെയ്തു കേട്ടോ. അവൾ കണ്ടപ്പോൾ ആദ്യം ഇസ്മക്കുട്ടി തിരിഞ്ഞു ഓടി, അവൾ എടുക്കാൻ വരണ കണ്ടപ്പോൾ. പിന്നെ അവൾ കൈ നിറച്ചും മിഠായും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവളായിട്ട് ആളങ്ങനെ സെറ്റായിട്ടാ. അങ്ങനെ അവൾ കുറേ നേരമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവളങ്ങനെ പോയി. ഇസ്മക്കുട്ടീനായിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവൾ. അങ്ങനെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉപ്പ പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങാപ്പാലുണ്ടായിരുന്നു. തേങ്ങാപ്പാലൊക്കെ വളരെ കുറച്ചെടുത്തുള്ളൂ കേട്ടോ. പിന്നെന്താ ഗ്രീൻ ബീൻസ് കറി ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒന്ന് പള്ളിക്കൽ നെയ്ച്ചോറും ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് നെയ്ച്ചോറും ബീഫ് കിട്ടിയപ്പോൾ ഉപ്പ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പത്തിരിയും തേങ്ങാപ്പാലും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് കറിയും ഒക്കെ ഒഴിച്ചിട്ട് ചായ കുടിച്ചു. പിന്നെ ഉപ്പ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ച്ചോറും ബീഫും കൂട്ടിയിട്ട് കുറച്ച് ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിനും കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചുണ്ടാക്കിയാലും പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പൊറോട്ടയിൽ ഇങ്ങനെ കറി ഒഴിച്ചിട്ട് മിക്സായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഉപ്പയും വല്യപ്പാരൊക്കെ കൊണ്ടുവന്ന് തരുമ്പോഴത്തേനും അതിങ്ങനെ പൊറോട്ടയിൽ ആ കറി ഇങ്ങനെ മിക്സായിട്ട് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ചോറും ബീഫ് കറിയും പിന്നെ ഉമ്മ ഉണ്ടാക്കിയ മാങ്ങാച്ചാറുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറും കഴിച്ചു. കുറച്ച് പത്തിരി കഴിച്ചു. പിന്നെ മാമി കുറച്ച് മീൻ കറി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുടുതക്കറി. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.